ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന വന്നു നോക്കിയപ്പോൾ രോഹിത് വെറുതെ കട്ടിലിൽ ഇരിക്കുകയാണ്. അലീനയെ കണ്ടതും അവന്റെ മുഖം പ്രഫുല്ലമായി. ഞാൻ ഓർത്തു അലീന ചേച്ചി പോയി കിടന്നുറങ്ങിക്കാണുമെന്ന്. എവിടായിരുന്നു? പപ്പയുടെ അടുത്ത് ഗുഡ് നൈറ്റ് പറയാൻ പോയതാ. അന്നേരം പപ്പയ്ക്ക് എന്നോടൊരു കെറിവ്. പിന്നെ അത് തീർക്കണ്ടേ? അതാ. തീർന്നോ? പിന്നെ തീർക്കാതെ കൊള്ളാം. അലീന അവന്റെ അരികിലിരുന്നു. രോഹിത് അവളുടെ വലതു കൈപ്പടം എടുത്ത് തന്റെ ഇരു കൈത്തലങ്ങൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. അവനിൽ നിന്ന് ഒരു സ്നേഹപ്രവാഹം അനേകായിരം ഉറവകളുള്ള അരുവി പോലെ കളകളാരവത്തോട് തൻ്റെ വിരലുകളിലൂടെ പതിഞ്ഞു കയറുന്നത് അവൾ അറിഞ്ഞു. ഞാൻ ചേച്ചിയുടെ മടിയിൽ തലവെച്ച് ഇരുന്നോട്ടെ? അവൻ അപേക്ഷാപൂർവം അവളെ നോക്കി. അലീന അവൻ്റെ ചുമലിൽ പിടിച്ച് അവനെ ചായച്ചു കിടത്തി. അവളുടെ കാൽമുട്ടുകൾക്ക് മീതെ തലവെച്ച് അവനൊരു പിഞ്ചു ബാലനെ പോലെ കിടന്നു. അലീന അവൻ്റെ ശിരസിൽ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. ഓഫനേജിൽ കഴിഞ്ഞ കാലത്ത് അലീന ചേച്ചിക്ക് വലിയ കഷ്ടപ്പാടായിരുന്നു. രോഹിത് ചോദിച്ചു. വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റില്ല. അവിടെയെല്ലാം ആണല്ലോ ഞാൻ പിച്ചവെച്ച് നടന്നതും വളർന്നതും. മോളെ, ഇത് നമ്മുടെ വീടാണെന്ന് ബ്രിജിത മമ്മി പറയും. ഒരുപാട് അംഗങ്ങളുള്ള വീട്, അനാഥരുടെ വീട്. തിരിച്ചറിവായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു അനാഥക്കുട്ടിയാണെന്ന്. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ബന്ധുക്കളും ഇല്ലാത്തവൾ. അച്ഛനമ്മമാരുടെ ഒപ്പം നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ കൊതിയാവും. സഹോദരങ്ങളോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കാണുമ്പം എനിക്ക് അങ്ങനെ ആരുമില്ലല്ലോ എന്നോർത്ത് സങ്കടം വരും. കേട്ടുകിടക്കവേ രോഹിത്തിന്റെ കണ്ണുകൾ തുളുമ്പി. നല്ല ഉടുപ്പുകളില്ല, നല്ല പുതപ്പില്ല, നല്ല കിടക്കയില്ല, നല്ല ഭക്ഷണമില്ല. ഉല്ലാസത്തിന് കൊണ്ടുപോകാൻ ആരുമില്ല. ഞങ്ങളുടെ ലോകം ചെറുതാണെന്ന് മനസ്സിലായി. പുറത്ത് വലിയൊരു ലോകമുണ്ട്. അതും ഞങ്ങളുടെ ലോകവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് വൈകിട്ട് അത്താഴമുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഇല്ലായിരിക്കും. നാളെ രാവിലെ കഴിക്കാൻ എന്തുണ്ടെന്ന് നിശ്ചയമില്ല. എല്ലാ ദിവസവും ഏതെങ്കിലും വീട്ടിൽ കല്യാണം ഉണ്ടാവണേന്ന് എന്നും പ്രാർത്ഥിക്കും. ഒരുപാട് ചോറും കറികളും മിച്ചം വരണേയെന്നും. കാൽമുട്ടിന്മേൽ നനവ് പുരണ്ടതറിഞ്ഞ് അലീന രോഹിത്തിന്റെ മുഖം പിടിച്ചുയർത്തി. അവൻ അടക്കി പിടിച്ചിരിക്കുകയാണ്. പക്ഷെ കണ്ണു നിറഞ്ഞൊഴുകുന്നത് നിയന്ത്രിക്കാൻ വയ്യ. ഞാൻ നിർത്തി, ഇനിയൊന്നും പറയുന്നില്ല, അലീന പറഞ്ഞു. രോഹിത് പെട്ടെന്ന് കണ്ണു തുടച്ചു. ഇല്ല ചേച്ചി പറഞ്ഞു. ഇത്രയുള്ളൂ, വേറൊന്നും പറയാനില്ല. നിർത്തല്ലേ അലീന ചേച്ചി, എനിക്ക് കേൾക്കണം. നാളെ ഞാൻ പോവില്ലേ? പിന്നെ എന്നാ നമ്മൾ തമ്മിൽ കാണുന്നേ? അന്ന് ഇതുപോലെ സമയം കിട്ടുമോ? അലീന മൗനമായിരുന്നു. ചേച്ചിക്ക് നേരത്തെ അറിയായിരുന്നോ അമ്മ ചേച്ചിയുടെ അമ്മയായിരുന്നു എന്ന്? ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൂടപ്പിറപ്പുകളാണെന്ന്? ഇല്ല. ബ്രിജിത്ത മമ്മി മരിക്കാറായി കിടക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ അടുത്തേക്കാണ് എന്നെ അയക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഞാൻ അവിടെ വേലക്കാരിയായിരിക്കും. എല്ലാവരെയും കാണാം, സംസാരിക്കാം, പക്ഷെ ഒന്നും വെളിപ്പെടുത്തരുത്. ഒരു ചില്ലിപ്പിത്തി ഇടയ്ക്കുണ്ടെന്ന് ഓർമ്മ വേണം എന്നെല്ലാം. കണ്ണിൽ കണ്ണീരുമായി കേട്ടുകിടക്കുകയാണ് രോഹിത്. ഞങ്ങളെ കണ്ടപ്പോൾ എന്ത് തോന്നി അലീന ചേച്ചിക്ക്? അവൻ ഗദ്ഗതത്തോടെ ചോദിച്ചു. കൃഷ്ണമുള ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ബബിതയെയും നീയും. നിങ്ങളെ കണ്ടപ്പോൾ മനസ്സു നിറയെ കുസൃതി കലർന്ന ഒരു സന്തോഷമായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നിന്റെ അനുജനും അനുജത്തിയും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാനും എനിക്ക് സന്തോഷമായിരുന്നു. സ്നേഹത്തോടെ എന്നെ ഒന്ന് നോക്കിയാൽ മതി, അലിവയുടെ ഒരു വാക്ക് മിണ്ടിയാൽ മതി. പറഞ്ഞ് അലീനയുടെ ഒച്ചയിടറി. അവൾ അവിടെ നിർത്തി. രോഹിത് എഴുന്നേറ്റു. അലീനയുടെ നിറമിഴികളിലേക്ക് നോക്കിയതും കുറ്റബോധം കൊണ്ട് അവൻ വിതുമ്പിപ്പോയി. ഇരു കൈകൊണ്ടും അവളുടെ മുഖം പിടിച്ച് അവൻ തൻ്റെ തോളിലേക്ക് അമർത്തി. സാരമില്ല, അതിനും കൂടി പകരം ഞാൻ സ്നേഹിച്ചോളാം. പശ്ചാത്താപ വിവശനായി അവൻ മന്ത്രിച്ചു. ഇപ്പൊ എനിക്ക് അലീന ചേച്ചിയോടുള്ള സ്നേഹം എന്തുമാത്രമാണെന്നറിയുവോ? എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു. ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരച്ചു. എൻ്റെ മുഖത്ത് തുപ്പിക്കോ. എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കൊന്നും വേണ്ട മോനെ. ഇപ്പം എനിക്ക് ഒരു വിഷമവുമില്ല. നിന്നെ എനിക്ക് കിട്ടിയല്ലോ, അത് മതി. രോഹിത് അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ടിരുന്നു. ഉറക്കാനെന്ന പോലെ. അലീന അവൻ്റെ തോളത്ത് നിന്ന് മുഖമെടുത്തു. അവൻ്റെ നനഞ്ഞ കവിൾത്തടം ഒപ്പിയിട്ട് ചോദിച്ചു. ഉറങ്ങണ്ടേടാ? വേണ്ട, എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. അല്പം കഴിഞ്ഞ് അവൻ പറഞ്ഞു. അലീന ചേച്ചി വളർന്ന ആ ഓർഫനേജിൽ എന്നെ ഒരു ദിവസം കൊണ്ടുപോകണേ. അതെന്തിനാടാ? വെറുതെ ഒന്ന് കാണാൻ. അതെല്ലാം അന്യാധീനപ്പെട്ടു പോയി. എന്നാലും ചേച്ചി താമസിച്ച കെട്ടിടവും പരിസരങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുമല്ലോ. സ്നേഹനികേതനത്തിൻ്റെ കെട്ടിടം ഒരു കാലത്ത് ബ്രിജിത്ത മമ്മിയുടെ സ്വന്തമായിരുന്നു. ഓരോരോ വിഷമങ്ങൾ വന്നപ്പോൾ അത് വിൽക്കേണ്ടി വന്നു. പിന്നെ വാടക കെട്ടിടത്തിലായിരുന്നു അതൊക്കെ. ഇപ്പം ഉണ്ടോ ആവോ? നമുക്കൊരു ദിവസം പോണം ചേച്ചി. ചേച്ചി താമസിച്ച ആ കെട്ടിടം എന്തെങ്കിലും ഒരിക്കൽ വില കൊടുത്ത് വാങ്ങണം.
അതൊക്കെ നടക്കുന്ന കാര്യമാണോ? എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും? അവിടെ അങ്ങനെ കുറച്ച് സ്ഥലം കിട്ടിയിട്ട് എന്താ കാര്യം? എൻ്റെ ഒരാഗ്രഹമാ അത്. അലീന ചേച്ചി അനാഥയെപ്പോലെ ജീവിച്ച ആ സ്ഥലം വീണ്ടെടുത്ത് അലീന ചേച്ചിക്ക് തരണം എന്ന്. അതിപ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതല്ലേ? ഈ സ്നേഹം ഇതേപോലെ എന്നും ഉണ്ടാകുമോ? ഇല്ല, ഏറ്റക്കുറച്ചിൽ വരും. നിന്റെ മനസ്സിലിപ്പോൾ ഞാനാണ് വലുത്. കുറെ കാലം കഴിയുമ്പോൾ അത് മാറും. ഇല്ല, ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. അവൻ അവളുടെ കൈത്തലം മുറുകെ പിടിച്ചു. നീ ഒരു കല്യാണം കഴിക്കുമ്പോൾ, നിനക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും കുടുംബവും ഉണ്ടായി കഴിയുമ്പോൾ നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഒരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോകും. അതങ്ങനെ തന്നെ വേണം. ചേച്ചിയുടെ സ്ഥാനമൊന്നും ഞാൻ ആർക്കും കൊടുക്കില്ല. എനിക്കൊന്നും തരണ്ട മോനെ. പെങ്ങളാണെന്നുള്ള പരിഗണന മാത്രം മതി, സ്നേഹം മാത്രം മതി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ അലീനയുടെ സെൽഫോൺ എടുത്തുകൊണ്ട് അവധിക്കുട്ടിച്ചാൻ വാതിക്കലേക്ക് വന്നു. കുറേ നേരം കൊണ്ട് അവിടെ ഇരുന്ന് അടിക്കുന്നു. അലീന എഴുന്നേറ്റ് ചെന്ന് ഫോൺ വാങ്ങി. കിടന്നില്ലേ മോളെ? കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ വല്യപ്പച്ച. ഞങ്ങൾ വർത്താനം പറഞ്ഞ് തീർന്നില്ല. അവധിക്കുട്ടിച്ചാൻ തിരികെ പോയി. അലീന ഫോണിലെ നമ്പർ നോക്കി. രേവതിക്കുട്ടിയാണ്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് നിന്ന് ചുണ്ടി പിടിച്ച സ്വരമാണ് കേട്ടത്. മാമച്ചൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച സ്റ്റാൻലിയുടെ വീട്ടിൽ ഫോൺ എടുക്കാൻ എന്താ ഇത്ര മടി? പൊന്നുമോളെ, ഞാൻ ഇരിക്കുന്നിടത്തല്ലായിരുന്നു ഫോൺ ഇരുന്നത്. അതുകൊണ്ടാ അലീന പറഞ്ഞു. ഫോൺ ഇരിക്കുന്നിടത്ത് ഞാനില്ലായിരുന്നു എന്നതല്ലേ ശരി? രേവതിക്കുട്ടിയുടെ മറുചോദ്യം എത്തി. സമ്മതിച്ചു പോരെ? അലീന ചിരിയോടെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് കേണലിൻ്റെ വീട്ടിൽ നിന്നുള്ള വിളിയൊക്കെ കുറഞ്ഞു. കേണലിൻ്റെ അത്രയും വരികില്ലേലും മാമച്ചനങ്ങള് സുബേദാർ മേജറായിരുന്നുവെന്ന് അറിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേജർ ആയാലും കേണലായാലും എല്ലാം ഒരേ കാറ്റഗറിയാ, എക്സ് മിലിറ്ററി. എടി പെണ്ണെ, ഞാൻ സമ്മതിച്ചല്ലോ. അലീന ആയുധം വെച്ചൊഴിഞ്ഞു. കുറ്റം സമ്മതിച്ചാൽ മാത്രം പോരാ, കുറ്റം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, കാരണങ്ങൾ എല്ലാം വിശദീകരിക്കണം. എന്നാലേ ന്യായമായ ശിക്ഷ വിധിക്കാൻ പറ്റൂ. കുന്തം, നിന്നെ മിനിഞ്ഞാന്നല്ലേടി ഞാൻ വിളിച്ചത്. പുനലൂർ പോയിട്ട് വന്ന ദിവസം വലിയ വാചകം അടിക്കല്ലേ മോളെ. മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ പുനലൂരെ വിശേഷങ്ങളൊന്നും പറയാനല്ലേ നേരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനിടയ്ക്ക് നമ്മളോട് ഒരു അക്ഷരം ക്ഷേമാന്വേഷണം. ബാക്കിയുള്ളവർ കഞ്ഞി കുടിച്ചോന്നോ കിടക്കുന്നോ അത് പട്ടിണിയാണോ ഒന്നും അറിയണ്ട, അന്വേഷിക്കാൻ വേണ്ട. എനിക്കറിയായിരുന്നു നിനക്കവിടെ പട്ടിണിയും പരിവട്ടവുമാണെന്ന്. അത് പിന്നെയും ചോദിച്ച് നിന്റെ ആ വിശപ്പിനെ കുത്തി നോവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ ചോദിക്കാതിരുന്നത്. അലീന അതേ മട്ടിൽ തിരിച്ചടിച്ചു. മറുവശത്ത് നിന്ന് രേവതിക്കുട്ടിയുടെ അടക്കിയ ചിരി കേട്ടു. എനിക്കറിയാം, ഒരുപാട് സ്വന്തക്കാരൊക്കെ കണ്ടു കഴിഞ്ഞ പെണ്ണിന് ഭയങ്കര ഗമ. ഞാൻ കാരണമാണ് ഇതെല്ലാം കിട്ടിയതെന്നുള്ള കാര്യം മറക്കണ്ട. നീ കാരണമോ? അതൊന്നും വിശദീകരിച്ചാൽ തരക്കേടില്ല. മാമച്ചനങ്ങളുടെ മോനും ഷെറിൻ ചേച്ചിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ കാര്യം ഞാനല്ലേ പറഞ്ഞു തന്നത്. അതുകൊണ്ടല്ലേ അലീന ചേച്ചിയും പുനലൂരിലെ തറവാട്ടിൽ പോയത്. ഷെറിൻ ചേച്ചിയെ കാണാൻ അതുകൊണ്ടല്ലേ അവിടുത്തെ സ്വന്തക്കാരെ എല്ലാം കാണാൻ പറ്റിയത്. എന്നിട്ടിപ്പം നിങ്ങളെല്ലാവരും ഒന്നായി ഷെറിൻ ചേച്ചിയുടെ മോള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെയും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അലീന ചേച്ചി ആരാ? ഈ പൊട്ടിപ്പെണ്ണിന് ഞാൻ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കണോ? ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞ് അലീന ചേച്ചിയുടെ ആരാ? എൻ്റെ ഇളയമ്മയുടെ മോള് മാമച്ചനങ്ങളുടെ ആരാ? മാമച്ചനങ്ങളുടെ കൊച്ചുമോള്. മാമച്ചനങ്ങളുടെ കൊച്ചുമോള് അലീന ചേച്ചിയുടെ ആരായിട്ട് വരും? എൻ്റെ കസിൻ. അയ്യോടി പെണ്ണെ, അപ്പോൾ ഞാനും മാമച്ചനങ്ങളും ആൻറ്റിയും ഒക്കെ ബന്ധുക്കാരായിട്ട് വരുമല്ലോ. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ ഒരുത്തി കാരണം അലീന ചേച്ചിക്ക് മാമച്ചനങ്ങളും ആൻറ്റിയും പോലും ബന്ധുക്കളായി. പക്ഷേ ഷെറിൻ ആൻറ്റിയുടെ മോളെ കണ്ടുപിടിച്ചില്ലല്ലോ. മാമച്ചങ്ങളും ആൻറ്റിയും ഒക്കെ ബന്ധുക്കളായിട്ട് വരൂ. കണ്ടുപിടിച്ചില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയില്ല. കണ്ടുപിടിക്കണം. അത് അലീന ചേച്ചിയുടെ മിടുക്ക്. ഞാൻ കരുക്കളെല്ലാം ഇണക്കി തന്നില്ലേ. ഞാൻ നോക്കട്ടെ പറ്റുമോന്ന്. അലീന ചേച്ചി മനസ്സ് വെച്ചാൽ പറ്റും. ഇവിടെ അങ്കിളും ആൻറ്റിയും ചേച്ചിയെ മാത്രം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. ജിജോമോന്റെ കുഞ്ഞിനെ അലീന ചേച്ചി കണ്ടുപിടിച്ചു കൊടുത്ത അവർക്ക് അതിൽ കവിഞ്ഞൊരു സന്തോഷമില്ല. അവരുടെ സർവ്വ സ്വത്തും വേണമെങ്കിൽ ചേച്ചിക്ക് തരും. നീ അവരോട് പറയണം കേട്ടോ, എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാമെന്ന്. എനിക്കിപ്പം അലീന ചേച്ചിയോട് എന്തുമാത്രം അസൂയുണ്ടെന്നറിയുമോ? എന്തിന്? അലീന ചേച്ചിക്കിപ്പം എന്തുമാത്രം സ്വന്തക്കാരാ. കടപ്പാട്ടൂര് അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും, കൊല്ലപ്പള്ളിയിലെ മനുവേട്ടനും വീട്ടുകാരും, കുളത്തുപുഴയിലെ പപ്പയും വല്യപ്പച്ചനും,
അഞ്ജലി ചേച്ചിയുടെ സഹോദരങ്ങളും അവരുടെ മമ്മിയും പുനലൂർ ചേച്ചിയുടെ ഇളയച്ചന്മാരും മക്കളും സ്വന്തമെന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാതിരുന്നിട്ട് ഇപ്പം എത്ര പേരാ? എനിക്ക് മാത്രം ആരുമില്ല. ഞാൻ ഇപ്പോഴും അനാഥപ്പെണ്ണ് തന്നെ. രേവതിക്കുട്ടിയുടെ സ്വരത്തിലടങ്ങിയിരുന്ന അന്യഥാബോധവും സങ്കടവും നിരാശയും അലീന തിരിച്ചറിഞ്ഞു. സാരമില്ലടി മോളെ, നിനക്ക് ഞാനല്ലേ ഉള്ളത്. എനിക്കിനി ആരും കിട്ടത്തുമില്ല അല്ലേ ചേച്ചി? എന്നാര് പറഞ്ഞു? നീ എൻ്റെ സ്വന്തക്കാരല്ല, നിന്റെ സ്വന്തക്കാരാവാൻ ഒരു വഴിയുണ്ട്. അതെന്ത് വഴിയാ? നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അയ്യോ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. എൻ്റെ കുടുംബത്തിൽ നിന്ന് നീ ഒരു കല്യാണം കഴിക്കണം. ഇപ്പം പിടിയും കിട്ടിയോ? ആരെ കല്യാണം കഴിക്കണം? മനുവേട്ടനെയോ? പെണ്ണെ, അലീന താക്കീതിൻ്റെ സ്വരത്തിൽ വിളിച്ചു. മുറത്തിക്കേറി കൊത്തല്ലേ മോളെ. അപ്പുറത്തു നിന്ന് രവതിക്കുട്ടിയുടെ ചിരി കേട്ടു. പിന്നെ ആരായ ചേച്ചി? ഒളിച്ച് കളിക്കലേടി മോളെ. നീ ഇടയ്ക്കിടയ്ക്ക് കടപ്പാട്ടൂർ വിളിച്ച് ആരോടാ കൊച്ചു വർത്താനം പറയാനുള്ളത്? രോഹിയേട്ടനെ ഞാൻ കല്യാണം കഴിക്കാനോ? അയ്യേ, ബലാത്സംഗ വീരനെ ആർക്ക് വേണം എന്നറിഞ്ഞില്ല. വേണ്ടെങ്കിൽ വേണ്ട, അവനെ നല്ല ഒന്നാന്തരം പെൺകൊച്ചുങ്ങളെ കൊണ്ട് കൊത്തി എടുത്തോണ്ട് പോകും. വേണമെങ്കിൽ ഇപ്പോഴേ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ച ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മുൻഗണന കിട്ടണമെങ്കിൽ മതി. അലീന ചിരിയോടെ പറഞ്ഞു. അലീന ചേച്ചിക്കിപ്പം ചേച്ചിയുടെ ആങ്ങള വലിയ കേമനായിരിക്കും. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. ശരി, വേണ്ട, ഞാൻ ആവശ്യം വിട്ടു. അങ്ങനെ വിടാൻ വരട്ടെ. എനിക്കൊന്ന് ആലോചിക്കാനുള്ള സാവകാശം വേണ്ടേ? ശരി, ആലോചിച്ച് പറഞ്ഞാൽ മതി. അത് വേണോ അലീന ചേച്ചി? ഞാൻ ഇവിടെ വന്ന് ആ തള്ളയോട് വഴക്ക് പിടിക്കേണ്ട? വൈജയന്തിമാലയോട്? അതെൻ്റെ അമ്മയാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. അലീന മുന്നറിയിപ്പ് നൽകി. ഓ, നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണല്ലോ അല്ലേ? അമ്മയും ആങ്ങളെയും അനുജത്തിമാരും ഞാനാണല്ലോ പുറമേ നിന്നുള്ളവൾ. പൊതുശത്രു. അമ്മായി പോരിന് വന്നാലും ഞാൻ നിന്റെ കൂടെയല്ലേ നിൽക്കും. അതുപോലൊരു സപ്പോർട്ട് നിനക്ക് വേറെ എവിടെ കിട്ടും? അതിന് ചേച്ചി അവിടെ ഇല്ലല്ലോ, കുളത്തുപുഴയിലല്ലേ. വൈജയന്തിമാലയുടെ സ്ത്രീധന പീഡനം ചേച്ചി എങ്ങനെ അറിയും? ചേച്ചി എങ്ങനെ ഇടപെടും? അലീനയ്ക്ക് അത് കേട്ട് ചിരി വന്നു. അങ്ങനെ എല്ലാ കാലത്തും നിന്റെ കൂടെ താമസിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോടി? ഞാൻ എൻ്റെ അനുജനോട് പറയും, ഉപദേശിക്കും. 2 ഇടിയും കൂടെ കൂടുതൽ തെരുവിക്കും അല്ലേ? രേവതിക്കുട്ടി ഇടയ്ക്ക് കയറി പറഞ്ഞു. അലീന ചിരിച്ചു. ചുമ്മാതെയൊന്നും അല്ലല്ലോ പെണ്ണെ, ഒരു ബറ്റാലിയൻ ബന്ധുക്കളെയല്ലേ നിനക്ക് ഇതുവഴി കിട്ടാൻ പോണേ. അലീന ചേച്ചിയുടെ സിസ്റ്ററിലോ ആണെന്നും പറഞ്ഞ് എനിക്ക് കൊല്ലപ്പള്ളിയിലും കുളത്തുപുഴയിലും പുനലൂരിലും അഞ്ചലിലുമെല്ലാം കയറി നിറങ്ങാം അല്ലേ? അത് കേട്ട് അലീന ചിരിച്ചു. രോഹിത് കൈ ഉയർത്തി ആംഗ്യ ഭാഷയിൽ എന്തോ ചോദിച്ചു. അലീന അവനോട് ഇരിക്കാൻ ആംഗ്യം കാട്ടി. രോഹിത് തൻ്റെ അടുത്തുണ്ടെന്ന് അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതമായി. രോഹിയേട്ടൻ എങ്ങനെ കുളത്തുപുഴയിൽ വന്നത്? അലീന ചേച്ചിയുടെ താമസ സ്ഥലം രഹസ്യമാക്കി വെച്ചിരുന്നതല്ലേ? അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നതാ. അപ്പോൾ അലീന ചേച്ചി ആരാണെന്നുള്ള രഹസ്യമൊക്കെ രോഹിയേട്ടനും അറിഞ്ഞോ? അച്ഛൻ അവനോട് പറഞ്ഞു. എൻ്റെ ഈശ്വര, സത്യമാണോ അലീന ചേച്ചി? ഞാൻ എല്ലാം പറയാം നിന്നോട്. അലീന രോഹിത്തിനെ ഒന്ന് നോക്കിയിട്ട് പതിയെ മുറിവിട്ടിറങ്ങി. രോഹിത്ത് സ്റ്റാൻലിയോടും ഔതുക്കുട്ടിച്ചനായോടും യാത്ര പറഞ്ഞു. അലീന അവനെ കാറിൽ കയറ്റി കുളത്തുപുഴ ടൗണിൽ കൊണ്ടുപോയി വിട്ടു. ബസ്സിൽ കയറി അവൻ പോകുന്നതുവരെ അവൾ കാത്തുനിന്നു. രോഹിത്ത് വീട്ടിലെത്തിയപ്പോൾ 5 മണി കഴിഞ്ഞു. അവൻ കോണിപ്പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ വൈജയന്തി വിളിച്ചു. രോഹിത്. അവൻ തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? താഴെ ഇറങ്ങി വാ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. രോഹിത് സ്റ്റെപ്പുകൾ ഇറങ്ങി. ബബിതയും കൃഷ്ണമോളും അവിടെ നിന്ന് വന്ന് വൈജയന്തിയുടെ പിന്നിൽ നിലയുറപ്പിച്ചു. അമ്മയ്ക്ക് എന്താ ചോദിക്കാനുള്ളത്? രോഹിത് ഒട്ടും മയമില്ലാതെ വൈജയന്തിയെ നോക്കി. നീ ഇന്നലെ എവിടെയായിരുന്നു? അച്ഛൻ അറിയാം ഞാൻ എവിടെയായിരുന്നെന്ന്. അച്ഛൻ മാത്രം അറിഞ്ഞാൽ മതിയോടാ. ഞാനെന്താ ഇവിടുത്തെ കൂലിക്കാരിയാണോ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇന്നലെ ഇവിടെ നിന്ന് പോയത്. അച്ഛൻ്റെ കൂടെയല്ലേ. മകൻ എവിടെയാണെന്ന് അച്ഛനോട് ചോദിച്ചാൽ മനസ്സിലാക്കാമായിരുന്നില്ലേ? എനിക്ക് ശരിയായില്ല അച്ഛനോട് ചോദിക്കാൻ. മകനോടാ ഞാൻ ചോദിക്കുന്നത്. എവിടെയായിരുന്നു നീ? കുളത്തൂപ്പുഴയിൽ. കുളത്തൂപ്പുഴ നിനക്കാരാ ഉള്ളത്? എൻ്റെ വീട്ടുകാർ, ബാലേട്ടൻ്റെ വീട്ടുകാർ. അവിടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉള്ളതായി ഒരു ഊഹം പോലും ഇല്ലല്ലോ. അമ്മ ഒരുപാട് ഊഹപോഹമൊന്നും നടത്തണ്ട. ഞാൻ അലീന ചേച്ചിയെ കാണാൻ പോയതോ? ഓഹോ, അത് ശരി. വൈജയന്തി പുച്ഛിച്ചു. ഈ വീട്ടിൽ അടുക്കള ജോലിക്ക് നിന്നവളെ കാണാൻ പോകേണ്ട കാര്യം എന്താ നിനക്ക്? എനിക്ക് കാണണമെന്ന് തോന്നി പോയി. അതെന്തു ബന്ധമാണെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയണ്ടേ? അലീന ചേച്ചിയെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെപ്പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാ പോയത്. അത് ഏത് വകയിലാണ് ഇവിടുത്തെ അടുക്കളക്കാരി നിന്റെ ചേച്ചിയായത്? നിന്റെ അച്ഛന് കല്യാണത്തിന് മുമ്പ് കുളത്തൂപ്പുഴ ഭാഗത്ത് വല്ല രഹസ്യബന്ധമോ ഉണ്ടായിരുന്നു? കല്യാണത്തിന് മുമ്പ് അച്ഛൻ രഹസ്യബന്ധം ഉണ്ടായിരുന്നോ അമ്മ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല.
രോഹിത്തിന്റെ വാക്കുകൾ ഈർച്ചവാൾ പോലെ വൈജയന്തിയുടെ ബോധങ്ങളെ നടുക്കി പിളർത്തി. മകന്റെ മുഖത്തേക്ക് അവൾ തുറച്ചു നോക്കി. അവന്റെ ശബ്ദത്തിൽ വെറുപ്പും അമർഷവും ഉണ്ടായിരുന്നു. അവൻ അല്പം ഊന്നിയാണോ പറഞ്ഞത്? സത്യത്തിന് വളരെ അടുത്തേക്കാണല്ലോ അവന്റെ നില. മകന്റെ മുൻപിൽ ജാമ്യമെടുക്കാൻ വേണ്ടി കൊണ്ടുപോയി കാണിച്ചതാണല്ലോ. അച്ഛൻ കൗശലം കൊള്ളാം. മകനെ കൊണ്ടുപോയി കാണിച്ച സ്ഥിതിക്ക് ഇനി സൗകര്യം പോലെ പോക്കുവരവ് ആകാമല്ലോ. ആട്ടെ, നീ ആളുടെ ആരാണെന്ന് അവിടെ പറഞ്ഞത്? ആങ്ങളയാണെന്ന്. എന്താ ആങ്ങള? നിനക്ക് നാണമുണ്ടോടാ പട്ടി? അടുക്കളക്കാരിയുടെ ആങ്ങള. വൈജയന്തി പൊട്ടിത്തെറിച്ചു. പെൺവാണിപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നു വന്നവന് എവിടെ നാണോ മാനോ? രോഹിത്തിന്റെ പാദം മുതൽ ഒരു വിറയൽ കടിച്ചു പിടിച്ച് അവൻ നിയന്ത്രിച്ചു. ആട്ടെ, ഇന്നലെ രാത്രി നീ എവിടെയാ കിടന്നത്? അലീന ചേച്ചി താമസിക്കുന്നിടത്ത്. ഒരു ശമ്പളക്കാരി താമസിക്കുന്നിടത്ത്. കൊട്ടാരത്തിലൊന്നുമല്ലല്ലോ. കൂടി വന്ന ഒരു മുറി നീയും അവളും കൂടി ഒരു മുറിയിൽ കിടന്നു. ഒരേ ബെഡിലാ കിടന്നത്. മതിയോ? അത്രയും കേട്ട അമ്മയുടെ ദുഷിച്ച മനസ്സിന് തൃപ്തിയാകുമോ? ചോദിച്ചതും രോഹിത് പൊട്ടിത്തെറിച്ചു കോണിപ്പടി കയറാൻ തുടങ്ങി. നിൽക്കടാ അവിടെ, വൈജയന്തി ചീറി. രോഹിത് തിരിഞ്ഞു നിന്നു. നീ എന്താ പറഞ്ഞത്? അമ്മയുടെ ദുഷിച്ച മനസ്സോ? അങ്ങനെ തന്നെയാ പറഞ്ഞത്. നെഞ്ചിൽ കൈവച്ച് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്? സത്യസന്ധയാണോ അമ്മ? ഒരു കളങ്കവും തീണ്ടാത്തവളാണോ? വൈജയന്തി മലച്ചുപോയി. രോഹിത്തിന്റെ കാലൊച്ച മാത്രം കോണിപ്പടിയിൽ കേൾക്കുമായിരുന്നു. അവൻ വലിച്ചെറിഞ്ഞിട്ട് പോയ വാക്കുകൾ ആ ഭവനത്തിൽ ചുവരുകളിൽ തട്ടി വീണ്ടും വൈജയന്തിയുടെ കാതുകളിൽ തിരിച്ചെത്തിക്കൊണ്ടിരുന്നു.